സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി ഘടകകക്ഷിയായ CPI ആരോപണ വിധേയനായ ADGP MR അജിത് കുമാറിനെ മാറ്റണമെന്നത് CPIയുടെ പ്രഖ്യാപിത നിലപാടെന്ന് ദേശീയ നിർവാഹക സമിതി അംഗം പ്രകാശ് ബാബു നടപടി വൈകുന്നതുകൊണ്ടാണ് വീണ്ടും ഇത് ആവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ADGPയെ മാറ്റണമെന്ന CPIയുടെ വാദം അനാവശ്യമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണനും പ്രതികരിക്കുന്നു. വിവരങ്ങളുമായി ഗോകുൽ K വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, ഈ വിഷയത്തിൽ CPMഉം CPIയും രണ്ട് തട്ടിലാണ്, അവർ തർക്കത്തിലാണ്. എന്തായാലും ADGPയെ തൽക്കാലം മാറ്റുന്നില്ല എന്നാണ് മുഖ്യമന്ത്രിയും CPMഉം ഒക്കെ പറയുന്നത്. ഇക്കാര്യത്തിൽ CPI ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടോ ഗോകുൽ? തുടക്കം മുതലേ ഈ വിഷയത്തിൽ CPMഉം CPIയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു, തർക്കമുണ്ടായിരുന്നു. അത് പ്രത്യക്ഷമായി തന്നെ CPMന്റെയും CPIയുടെയും സംസ്ഥാന സെക്രട്ടറിമാർ പ്രകടിപ്പിച്ചതുമാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച നടന്ന LDFന്റെ ഇടതുമുന്നണി യോഗത്തിൽ ഈ വിഷയം CPI ഉൾപ്പെടെയുള്ള കക്ഷികൾ മുന്നോട്ടേക്ക് വെക്കുകയും അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തതാണ്. അതോടുകൂടി ഈ തർക്കം അവസാനിപ്പിക്കുമെന്നും ഈ വിഷയത്തിൽ ഒരേ അഭിപ്രായത്തോടുകൂടി മുന്നണി സംവിധാനം മുന്നോട്ടേക്ക് പോകും എന്നുമായിരുന്നു CPM കരുതിയിരുന്നത്. എന്നാൽ അതിന് വിപരീതമായിട്ട്, അതിന് വിഭിന്നമായിട്ട് CPI അവരുടെ മുഖപത്രമായ ജനയുഗത്തിൽ തന്നെ ദേശീയ നിർവാഹക സമിതി അംഗം പ്രകാശ് ബാബുവിനെ കൊണ്ട് ലേഖനം എഴുതിപ്പിച്ചുകൊണ്ട് CPMന്റെ ഇത്തരത്തിലുള്ള വലിയേട്ടൻ കളിക്ക് തങ്ങളെ കിട്ടില്ല എന്ന രീതിയിലുള്ള ഒരു ലേഖനം എഴുതുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തർക്കം ഒഴിവാക്കാനായിരുന്നു LDF യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് CPI വഴങ്ങിയത് എന്ന ലേഖനത്തിൽ പ്രകാശ് ബാബു പറഞ്ഞു. നടപടി വൈകുന്നത് LDFന്റെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന ഒരു ഉപദേശവും CPI CPMന് നൽകുന്നതായിട്ട് ആ ലേഖനത്തിൽ കാണാം. ഇത്തരത്തിൽ CPMനെ വിമർശിച്ചുകൊണ്ടും ADGPയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടും സംസ്ഥാന സർക്കാർ മുന്നോട്ടേക്ക് പോകുമ്പോൾ ലേഖനത്തിൽ കൂടി മറുപടി പറയുകയും CPMനെ വിശദമായി വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും എത്തി. അത് ലേഖനത്തിൽ എഴുതിയത് മാത്രമല്ല, പിന്നീട് അതേ ആവശ്യം തന്നെ മുന്നോട്ടേക്ക് വെച്ച് ആവർത്തിച്ച് മാധ്യമങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു കാഴ്ചയും പ്രകാശ് ബാബു മാധ്യമങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുകയുണ്ടായി. എന്നാൽ അതിനെതിരെ LDF കൺവീനർ TP രാമകൃഷ്ണൻ രംഗത്ത് വന്നു. ADGPയെ മാറ്റണമെന്ന CPI വാദം അനാവശ്യമാണ് എന്നാണ്. അതാണ് CPIയുടെ വാദം അനാവശ്യം എന്നുള്ളതാണ്. ADGPയെ മാറ്റണമെന്നുള്ള വാദം അനാവശ്യമെന്നുള്ള നിലപാടുമായി LDF കൺവീനർ TP രാമകൃഷ്ണൻ രംഗത്ത് വന്നു കഴിഞ്ഞു. ഇതോടെ CPM CPI തർക്കം പരസ്യമായി പ്രകടവുമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ K വേണുഗോപാൽ.